شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസിറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. 4ാമത്തെ ആയത്തിലായിരുന്നു നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസിയാബക ഫതഹിർ. ഇതാണ് 4ാമത്തെ ആയത്ത്. സദഖല്ലാഹുൽ അലിയുൽ അളീം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അല്ലാഹു തആല റിസാലത്തിൻ്റെ അതല്ലെങ്കിൽ പ്രബോധനത്തിൻ്റെ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ആ വാചകങ്ങളാണ് നമ്മൾ അർത്ഥം വെച്ച് പറഞ്ഞത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു പേടിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് പോയി പുതപ്പിട്ട് മൂടിയപ്പോൾ ആ പുതപ്പിട്ട് മൂടിയവരെ നിങ്ങൾ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെയുള്ള സംഭാഷണം അല്ലെങ്കിൽ സംബോധനത്തോടെയാണ് ഈ ഒരു സൂറ തുടങ്ങുന്നത് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വസിയാബക ഫതഹിർ, നബിയെ അങ്ങയുടെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുക. ഇത് സംബന്ധമായിട്ടായിരുന്നു നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത്. ഈ ഒരു ആയത്തിന് വിവിധ വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. വ്യത്യസ്ത അർത്ഥങ്ങൾ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽ 5 നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. 6ാമത്തേതാണ് ഇനി പറയാനുള്ളത്. 6ാമത്തെ അഭിപ്രായം, വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ സ്വഭാവം നന്നാക്കുക എന്നാണ്. സ്വഭാവം നന്നാക്കുക, ഖുലുഖ് നന്നാക്കുക. വസ്ത്രത്തിന് മനുഷ്യനോടുള്ള ബന്ധം പോലെ തന്നെ അവൻ്റെ സ്വഭാവത്തെ കാണാവുന്നതാണ്, അല്ലേ? വസ്ത്രം നമ്മളുമായി എത്ര ബന്ധപ്പെട്ടവരാണോ അതേപോലെ അത്രയും അല്ലെങ്കിൽ അതിലേറെ ബന്ധമുണ്ട് നമ്മുടെ സ്വഭാവത്തിന് നമ്മളോട്. നമ്മളെ നന്നാക്കുന്നതിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ശുദ്ധി വളരെ പ്രധാനമാണ്. സൽസ്വഭാവത്തിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ പറയുന്ന എമ്പാടും ഹദീസുകൾ കാണാം. സൽസ്വഭാവം ഏറ്റവും വലിയ ഗുണമാണ്, അതുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് തുടങ്ങി നിരവധി ഹദീസുകളിൽ കാണാം. അപ്പോൾ അങ്ങയുടെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സ്വഭാവം ശുദ്ധീകരിക്കുക എന്നതാണ് അവിടെ അർത്ഥം. വസ്ത്രം പോലെ തന്നെ അല്ലെങ്കിൽ അതിലേറെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സ്വഭാവം. സ്വഭാവം നന്നല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യനെ കൊണ്ടൊരു കാര്യമില്ലെന്ന് നമ്മളൊക്കെ പറയാറില്ലേ? എന്തായിട്ടെന്താ അവൻ്റെ സ്വഭാവം പോക്കാന്ന് പറയില്ലേ? അതന്നെ, സ്വഭാവം നന്നാക്കുക, അത് വളരെ പ്രധാനമാണ്. നമ്മളോട് ഒരാൾ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണ് നമ്മൾ മറ്റൊരാളോട് പെരുമാറേണ്ടത്. നമ്മളങ്ങനൊന്നല്ല, നമ്മളാ വഴിക്ക് ചിന്തിക്കുകയല്ല. എന്നോട് ഇങ്ങോട്ട് എല്ലാവരും നല്ലതൊക്കെ പെരുമാറണം, ഞാൻ അങ്ങോട്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നൊരു ധാരണയാണ് നമ്മുടെ അടുത്തുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പല ആളുകളും തട്ടിക്കയറുന്നത്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ അല്ലേ? നമ്മൾ പല ചൂടാവുന്നതും ദേഷ്യപ്പെടുന്നതും എന്തെങ്കിലും ചെറിയ വിഷയങ്ങളുണ്ടാകുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അതേസമയം ആ ഒരു അവസ്ഥയിൽ നമ്മളാണെങ്കിൽ നമ്മളോട് എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെയാണ് നമ്മൾ ആളുകളോട് പെരുമാറേണ്ടത്. അപ്പോഴാണ് സൽസ്വഭാവത്തിൻ്റെ ഉടമയാവുക. അല്ലാഹു തആല സഹായിക്കട്ടെ, ആമീൻ. 7ാമതൊരു അഭിപ്രായമുണ്ട്. വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മതത്തെ നിങ്ങൾ ശുദ്ധിയാക്കുക എന്നാണ്. ദീനിനെ നിങ്ങൾ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ദീൻ തന്നെ മനുഷ്യൻ സ്വീകരിക്കണം. ആ ദീനിനെ നിങ്ങൾ ശുദ്ധിയാക്കി കൊണ്ടു നടക്കുകയും വേണം. ദീനിനെ മ്ലേച്ഛമാക്കുന്ന അല്ലെങ്കിൽ ദീനിനെ മോശമാക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ ഇന്ന് ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ദീനിനെ ശുദ്ധിയാക്കുന്ന പണിയല്ല. അപ്പം അങ്ങനത്തെ പണി നിൽക്കരുത് എന്നർത്ഥം. മനുഷ്യനുമായി ദീനിനുള്ള ബന്ധം വസ്ത്രം പോലെ തന്നെ അവനെ ചുറ്റിപ്പൊതിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ.
അല്ല, വസ്ത്രം നമ്മുടെ ശരീരത്തെ മറക്കുന്നുവെങ്കിലും മതം മൊത്തം നമ്മുടെ ആത്മാവിനെ അടക്കം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സംഗതിയാണ് ദീൻ എന്നത്, മതം എന്നത്. അപ്പോൾ ആ മതത്തിൻ്റെ നിർദ്ദേശങ്ങൾ പരിപൂർണമായി പാലിക്കണം. അപ്പോൾ ഇത് ഈ സിയാബക്ക എന്നതുകൊണ്ട് ദീൻ എന്നും ഉദ്ദേശമുണ്ട് എന്നതാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ കുറേ ആളുകളെ സ്വപ്നത്തിൽ കണ്ടു. അവരുടെ മേലിൽ, അവരുടെ ശരീരത്തിൽ നെഞ്ചുവരെ മാത്രവും അതിന് താഴെയുമൊക്കെ വസ്ത്രമുണ്ട്. പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വലിച്ചിഴക്കാവുന്ന അത്രയും വസ്ത്രത്തിലാണുള്ളത്. ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ, ഒരു സ്വപ്നം കണ്ടു. അതിൽ ആളുകളൊക്കെ ഡ്രസ്സുകൾ ഓരോ ശരീരത്തിന്മേലാണ് ഡ്രസ്സുള്ളത്. പിന്നെ നെഞ്ചിന് ഉണ്ട്, നെഞ്ചിലുമുണ്ട്, അല്ലെങ്കിൽ അരയുടെ താഴെയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആരും വസ്ത്രം താഴ്ന്നിട്ടില്ല. പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ വസ്ത്രമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, വലിച്ചഴിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്താണ്, കുറേ വസ്ത്രത്തിൽ ഇങ്ങനെ മൂടിയിട്ട് ഉമർ തങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അവ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ വ്യാഖ്യാനം എന്താണ് ഉമർ തങ്ങൾ മാത്രം ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ വഴിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ട് അങ്ങ് കണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ദീനാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ദീനുള്ള ആളാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ആ സ്വപ്നത്തിലൂടെ. നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട്, ഒരുപാട് വസ്ത്രങ്ങളിട്ട് ആ വസ്ത്രങ്ങൾ ഇങ്ങനെ വലിച്ചു നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഉമർ തങ്ങൾ ദീനങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്ന ആളാണ്, ദീനിനെ പരിപൂർണമായി കൂടെ കൊണ്ട് നടക്കുന്ന ആളാണ് എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ഇവിടെ വസ്ത്രം എന്നതിന് ദീൻ എന്നൊരു വ്യാഖ്യാനം ഈ ഒരു ഹദീസിൽ വന്നതുകൊണ്ട് ഇവിടെയും നമുക്ക് അങ്ങനെ വെക്കാം എന്ന് ഈ ഏഴാമത്തെ അഭിപ്രായം പറയുന്ന ആളുകൾ പറയുന്നു. അപ്പോൾ ദീനെ ശുദ്ധിയാക്കി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ, ദീന് നമ്മൾ എന്താ പറയുക, നമ്മളെ ആവശ്യങ്ങൾക്ക് ദീനെ മാറ്റി വെക്കാതെ ദീന് പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നടക്കുക. നമ്മൾ പലപ്പോഴും നമ്മളെ സൗകര്യങ്ങൾക്കനുസരിച്ച് ദീനെ മാറ്റി വെക്കുന്ന ആളുകളാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സിയാബക്ക ഫത്വഹിർ, ഈ ആയത്തിൻ്റെ വ്യാഖ്യാനപ്രകാരം, ഏഴാമത്തെ വ്യാഖ്യാനപ്രകാരം നമ്മൾക്ക് ലഭിച്ച ഈ മഹത്തായ ദീൻ അത് വലിയൊരു നിഅമത്തല്ലേ, അത് കൊണ്ട് നടക്കേണ്ടതുപോലെ കൊണ്ട് നടക്കുക. അതില്ലാത്ത എത്ര ആൾക്കാരുണ്ട്, ഈ ദീന് കിട്ടാത്ത എത്ര ആളുകളുണ്ട്, ഇത് അറിഞ്ഞിട്ടും ഇതിലേക്ക് വരാത്ത എത്ര ആളുകളുണ്ട്, ഇത് തീവ്രവാദമാണ് മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞ് നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതിലൊന്നുമല്ല അള്ളാഹു നമ്മളെ പെടുത്തിയത്. നമ്മളെ അള്ളാഹു ശരിയായ പന്താവിലാണ് പെടുത്തിയത്, ശരിയായ ദീനിലാണ് പെടുത്തിയത്. അള്ളാഹു നിലനിർത്തി തരട്ടെ, ആമീൻ. നിലനിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ആഖിബത്ത് നന്നാവുക എന്നത് വളരെ പ്രധാനമാണ്. ഇസ്സത്തോടെ ജീവിക്കാൻ, ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ, ആമീൻ. ഇനി ഇതിനൊരു വ്യാഖ്യാനം കൂടെയുണ്ട്, എട്ടാമതൊരു വ്യാഖ്യാനം കൂടെയുണ്ട്. അതായത് സാധാരണ നമ്മൾ അർത്ഥം വെക്കുന്ന വസ്ത്രം തന്നെ, സിയാബക ഫതഹിർ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ ഡ്രസ്സുകൾ ശുദ്ധിയാക്കുക, വസ്ത്രം ശുദ്ധിയാക്കുക. ഇതിന് വേറെയും ഒരുപാട് വ്യാഖ്യാനങ്ങൾ. വസ്ത്രം ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ ചെടി ഉണ്ടാകാൻ പാടില്ല, നന ശരിക്കും അലക്കി ഒക്കെ കൊണ്ട് നടക്കണം, മിനുക്കി കൊണ്ട് നടക്കണം, ചെടി ഉണ്ടാകാൻ പാടില്ല. പിന്നെ നിലത്തിട്ട് അടിക്കാത്ത വിധം ഉയർത്തണം, ഞെരിയാണിക്ക് താഴെ ആവുന്നതിന് മുമ്പ് മുകളിലാവണം. ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം അത് അഹങ്കാരത്തോടെയാണെങ്കിൽ നരകത്തിലേക്കുള്ള, അല്ലേ, ആ വസ്ത്രം നരകത്തിലാണ് എന്നൊക്കെ ഹദീസിലില്ലേ. മാത്രമല്ല അഹങ്കാരത്തോടെ വസ്ത്രം താഴ്ത്തിയെടുക്കുന്ന ആളുകളെ അല്ലാഹു തആല പരലോകത്ത് റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നും ഹദീസിലുണ്ട്. ഇങ്ങനെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കുന്നതിൻ്റെ അപകടം പറയുന്ന ധാരാളം ഹദീസുകളുണ്ട്. അപ്പോൾ സിയാബക ഫതഹിർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥപ്രകാരം ചെളിയിൽ നിന്നും വസ്ത്രം ശുദ്ധിയാക്കുക, രണ്ട് ആ വസ്ത്രം മാന്യമായി ധരിക്കുക എന്ന് പറഞ്ഞാൽ താഴോട്ട് വലിച്ചടക്കരുത്, അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ സ്ത്രീകളങ്ങനെ പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ഷേപ്പൊന്നും പുറത്ത് കാണുന്ന ഓരോ ഡ്രസ്സുകൾ ഇടരുത്. ഇങ്ങനെയൊക്കെ ഉള്ള അതിൻ്റെതായ ഒരു മര്യാദ ഉണ്ടാവില്ലേ, ആ നിലക്ക് കാര്യങ്ങൾ കൊണ്ട് നടക്കുക. പിന്നെ അഹങ്കാരമില്ലാതെ അറിയാതെ ഒന്ന്, അഹങ്കാരത്തോടു കൂടെയൊന്നും അല്ല, അറിയാതെ ഒന്ന് വസ്ത്രം താഴ്ന്നുപോയി, അത് ഈ പറയപ്പെട്ട വിഭാഗത്തിൽ പെടൂല കേട്ടോ. പലപ്പോഴും ഉണ്ടാവില്ല, നമ്മളറിയാതെ വസ്ത്രം താഴ്ന്നുപോയി ഞെരിയാണ്ട് താഴെ, അഹങ്കാരം കൊണ്ടല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അഹങ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല പല ആളുകളും, ഒരു ഗർവ് നടിച്ച് അങ്ങനെ വരച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, അവരാണ് നരകത്തിലേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ മാലിന്യങ്ങളിൽ നിന്ന് കഴുകി വെള്ളം കൊണ്ട് കഴുകിയിട്ടോ മറ്റോ നമ്മുടെ വസ്ത്രം ശുദ്ധിയാക്കുക. പിന്നെ അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രം വസ്ത്രം ലഭ്യമാക്കുക.
അതും ഒരു വിഷയം തന്നെയാണ്. ഹലാലായ പൈസ കൊണ്ട് ഡ്രസ്സ് എടുക്കുക. നമ്മുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തെ മറക്കാനുള്ള സംഗതിയാണ് അല്ലേ. അത് ബാക്കിയുള്ള എല്ലാ സംഗതികളും പോലെ ഇതും ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ സമ്പാദിക്കുക. പിന്നെ വസ്ത്രത്തിനുള്ള മര്യാദകൾ പാലിച്ച് ധരിക്കുക. അതേപോലെ തന്നെ വസ്ത്രം അഴിച്ചു വെച്ചതിന് ശേഷം അത് മടക്കി വെക്കുക കൃത്യമായി. അതും വലിയൊരു വിഷയം തന്നെയാണ്. നമ്മൾ പല ആളുകളും അങ്ങോട്ട് എറിയലാണ് അല്ലേ. അങ്ങോട്ട് എറിയും, വസ്ത്രം അങ്ങോട്ട് എറിയും, പിന്നെ വേറെ ആരെങ്കിലും മടക്കി വെക്കണം. ഒന്നും ഉമ്മ മടക്കി വെക്കണം, അല്ലെങ്കിൽ ഭാര്യ മടക്കി വെക്കണം. അങ്ങനെയല്ല, വസ്ത്രം അഴിച്ചാലും അത് കൃത്യമായി ആ സ്ഥാനത്ത് തന്നെ വെക്കുക എന്നത് അതിനോടുള്ള മര്യാദയാണ് എന്നാണ്. മാത്രമല്ല ആ വസ്ത്രത്തിൽ ബർക്കത്ത് ഉണ്ടാവാനത് കാരണമാണ് എന്നും ഉലമാ പറയുന്നു. അത് കൃത്യമായി മടക്കി വെക്കുക. അലക്കി കഴിഞ്ഞാലേ നമ്മൾ മടക്കി വെക്കും അല്ലേ. അതേപോലെ നമ്മൾ എടുത്തത് ഊരി വെച്ച് കഴിഞ്ഞാലും ഒന്നുകിൽ ശരിക്കും മടക്കി വെക്കുക, അല്ലെങ്കിൽ കൊളുത്തിയിടുക, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് വെക്കുക. എന്നാൽ പിന്നെ ഒരു അശ്രദ്ധമായി ഇടാതെ അത് നേരെ ഒരു സ്ഥലത്ത് വെക്കുക എന്നർത്ഥം. ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞ ഡ്രസ്സ് ഊരി വെച്ചതിന് ശേഷം മടക്കി വെക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ഹാങ്കറിൽ തൂക്കിയിടുക, അവിടെ ഇവിടെയും വലിച്ചെറിയാതെ കൃത്യമായിട്ട് വെക്കുക. കഴിഞ്ഞാൽ അതെല്ലാം അലക്കാനുള്ളതാണെങ്കിൽ അലക്കുന്ന ആ ബോക്സ് ഉണ്ടാവുമല്ലോ, ആ ബോക്സിലേക്ക്, ആ പെട്ടിയിലേക്ക് അല്ലെങ്കിൽ മെഷീനിലേക്ക് അത് കൊണ്ടുപോയി ഇടുക. ഇതൊക്കെ ചെയ്യാം. അലക്ഷ്യമായി ഇടരുത്. ഇത് ബർക്കത്ത് പിന്നെ ഉണ്ടാകും ഡ്രസ്സിൽ. ഡ്രസ്സ് നുരുമ്പിപ്പോകാതെ വരെ ഇത് കാത്തു സൂക്ഷിക്കും എന്നാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെയാണ് കുറേ കാലം ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റുക പറഞ്ഞാൽ അതല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ പിശാചിന് അതിലൊരു പിന്നെ നിലക്കും അത് തൊടാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അതിലവൻ്റെ വസ്വാസുകൾ ഏൽപ്പിക്കാനോ ഒന്നും കഴിയില്ല. ഇങ്ങനെ നമ്മൾ വസ്ത്രത്തോടുള്ള മര്യാദ കൊണ്ടു നടന്നാൽ എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. നിര്യാണിക്ക് താഴെ കിബർ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും എന്താണ് പറയുക താഴ്ത്താതിരിക്കുകയും ചെയ്യും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അൻസാരികളിൽപ്പെട്ട ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തുണി ഇങ്ങനെ താഴെ കണ്ടപ്പോൾ ഇർഫ ഇസാർക്ക്, തുണി പൊക്കടോ, നീ തുണി പൊക്കിയെടുക്ക്. ഫഇന്നഹു അത്ഖാ വ അൻഖാ വ അബ്ഖാ, അതാണ് തഖ്വയ്ക്ക് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും സൂക്ഷ്മമായത്, ഏറ്റവും ശുദ്ധമായത്. അള്ളാഹിൻ്റെ അടുത്ത് എന്ന കൂലി കിട്ടുന്നത് അതിനാണ് എന്ന് ഉമർ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. ഡ്രസ്സ് വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ടതുപോലെ 8 തരം വ്യാഖ്യാനങ്ങൾ അതിനുണ്ട് എന്നും നമ്മൾ പഠിച്ചു. ഏതായാലും അതിലെല്ലാം നമ്മൾ കൊണ്ടു നടക്കേണ്ട സംഗതി തന്നെയാണ്. സാധാരണ വസ്ത്രം എന്ന് വെച്ചാലും, നമ്മുടെ ദീനിനെ ശുദ്ധിയാക്കുക എന്ന് വെച്ചാലും, നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്ന് വെച്ചാലും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കുടുംബത്തെ ശുദ്ധിയാക്കുക എന്ന് വെച്ചാലും, ശരീരത്തെ ശുദ്ധിയാക്കുക എന്ന് വെച്ചാലും, ആത്മാവിനെ ശുദ്ധിയാക്കുക എന്ന് വെച്ചാലും, ഹൃദയത്തെ ശുദ്ധിയാക്കുക എന്ന് വെച്ചാലും അല്ലേ, പിന്നെ പ്രവർത്തനം ശുദ്ധിയാക്കുക എന്ന് വെച്ചാലും ഒക്കെ നമ്മൾ ചെയ്യേണ്ട സംഗതികൾ തന്നെയാണ്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ നമുക്ക് ഈ ആയത്തിൻ്റെ തഫ്സീറായിട്ട് പറയാം. വസിയാബക ഫതഹിർ, എല്ലാം നമ്മളേതായ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. വേറുള്ള ആളുകൾ തെറ്റും കുറ്റവും കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്തിയിട്ട് ഈ ആയത്തിനെ ചുവടുപിടിച്ച് നമ്മൾ ഇതിലൊക്കെ ശ്രമം നടത്തുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഉള്ളും പുറവും അള്ളാഹു തആല നന്നാക്കി തരട്ടെ. പുറം മാത്രം നന്നായപ്പോൾ ഉള്ളു നന്നാവുക എന്നത് വളരെ പ്രധാനമാണ്. പുറം കാണാൻ നല്ല ചുരുക്കുണ്ടാകും, ഉള്ളിൽ ആൾ പോക്കാണെങ്കിൽ പിന്നെ അവിടെ എന്താ കാര്യം? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിഫാഖ് പടച്ചുറപ്പ് ഒഴിവാക്കി തരട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ആയത്ത്, 5-ാമത്തെ ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.